കശ്മീരിൽ തീവ്രവാദികളുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം തകർക്കുന്നത് തുടരുകയാണ്. തീവ്രവാദികൾക്ക് പ്രദേശവാസികളായവരിൽ നിന്ന് സഹായം ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ലഷ്കർ ഭീകരൻ ഫറൂഖ് തിദിവായുടെ കുപ്വാരയിലെ വീട് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ രൂപപ്പെട്ടതോടെ രാജ്യത്തിന്റെ പ്രതിരോധ സേനകളും അതീവ ജാഗ്രതയിലാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ കരസേനാ മേധാവി കശ്മീരിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഇതിനിടെ കശ്മീരിലെ വിവിധയിടങ്ങളിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ജമ്മുകശ്മീർ പോലീസും ആർമിയും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു. ഇതിനിടെ പഹൽഗാം സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച് തീവ്രവാദ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് രംഗത്തെത്തി. ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായതോടെ ആശങ്കയിലാണ് അതിർത്തി മേഖലയിലെ ഗ്രാമവാസികൾ. യുദ്ധം മുന്നിൽ കണ്ട് വീടിന് സമീപത്തെ ബങ്കറുകളൊക്കെ ഇവർ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നു. ഇരുഭാഗത്തും സംഘർഷ സാധ്യതകൾ നിലനിൽക്കുകയാണ്. ഏത് സമയത്തും യുദ്ധമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ യുദ്ധക്കെടുതികൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്നവരാണ്. പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ ഷെല്ലാക്രമണത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗം തേടുകയാണ് കശ്മീരിലുള്ള ഗ്രാമവാസികൾ. വീടിന് സമീപത്തുള്ള ബങ്കറുകളാണ് യുദ്ധസമയത്ത് ഗ്രാമവാസികളുടെ അഭയകേന്ദ്രം. ഈ പശ്ചാത്തലത്തിൽ ബങ്കറുകൾ വൃത്തിയാക്കി തുടങ്ങി. ഏറെക്കാലമായി ശാന്തമായിരുന്നു ഇന്ത്യ പാക് അന്താരാഷ്ട്ര അതിർത്തി മേഖല. 2018 മുതൽ ഈ ബങ്കറുകൾ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. യുദ്ധസമയത്ത് സാധാരണ ജനങ്ങളെ കടന്നാക്രമിക്കുന്ന രീതി പാകിസ്ഥാന് പലപ്പോഴും ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. बॉर्डर वासियों को देख के हिंदुस्तान के हाथ कहीं बंद ना जाए, उस बात को ध्यान में रखते हम अपने आप को प्रिपेयर कर रहे हैं कि इन फ्यूचर अगर कुछ भी होता है तो ये बंकर हमारा सेफर जोन है. हम लोग इसमें अपने आप को, अपने लोगों को सेफ कर सकते हैं. तो अगर आप लोगों को डरने की जरूरत नहीं है. भारत को आगे बढ़ना चाहिए और भारत को अब आर पार का काम करना चाहिए, क्योंकि कब तक निहत्थे लोगों की मौत देखेंगे, कब तक जवानों की शहादत देखेंगे. बहुत हो गया. अब बस ये आर पार का होना चाहिए और पूरे बॉर्डर वासी अपने हिंदुस्तान के साथ. വീണ്ടും സമാധാനാന്തരീക്ഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരവാദികളുടെ ചിത്രം മൊബൈൽ ക്യാമറയിൽ തെളിഞ്ഞു. മലയാളി വിനോദസഞ്ചാരിയുടെ ക്യാമറയിലാണ് അവിചാരിതമായും അപ്രതീക്ഷിതമായും ഈ ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. വെടിവെപ്പുണ്ടായ ദിവസം പഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ഈ വെടിവെപ്പ് നടത്തിയ ഭീകരരുടേത് എന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത്. പൂനെയിൽ താമസിക്കുന്ന മലയാളിയായ ശ്രീജിത്ത് കുടുംബത്തോടൊപ്പമാണ് കശ്മീർ താഴ്വര സന്ദർശിക്കുന്നതിനായി 18-ാം തീയതി അവിടെ എത്തിയത്. 18 മുതൽ 4 ദിവസത്തോളമാണ് അദ്ദേഹവും കുടുംബവും അവിടെ ചെലവഴിച്ചത്. 18-ാം തീയതി അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഈ വെടിവെപ്പിന്റെ നിർണായകമാവുന്നത്. തൻ്റെ കുട്ടി നൃത്തം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ പകർത്തി. പിന്നിലൂടെ കടന്നുപോയ 2 പേർ ഒരുപക്ഷെ ഈ കേസിൽ, ഈ സംഭവങ്ങളിൽ അതിതീവ്രമായ, അതിനിർണായകമായ ചില തെളിവുകളായേക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. സംഭവങ്ങൾക്ക് ശേഷം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട തീവ്രവാദികളുടെ ദൃശ്യങ്ങളുമായി ഒത്തുനോക്കുമ്പോഴാണ് താൻ പകർത്തിയ ഈ ദൃശ്യങ്ങളുടെ സാമ്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. ഒരാൾ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ആവും. അപ്പം ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് നോർമലായിട്ട് നിന്ന്, വേറെ സസ്പീഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ 22-ാം തീയതി വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫയറിംഗ് നടന്ന്, ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറി ജമ്മുവിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ്
പുറത്തുവിട്ട 4 ഭീകരകൾ അല്ലെങ്കിൽ ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ ഇതിൽ 2 പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം സ്കാൻ ചെയ്തപ്പോൾ ഇതിനകത്ത് ആ 2 പേരെ കണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെയർ സ്റ്റൈൽ, സ്ട്രക്ചർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് 100% മാച്ച്. പിന്നെ ഫേസ് ഞങ്ങൾ അത്ര എടുത്തുകൊണ്ട് കണ്ട കാരണം വീഡിയോ കാണുന്ന പോലല്ല, ഡെഫിനറ്റ്ലി ഈ 2 പേര് തന്നെ ആയിരുന്നു. തുടർ പരിശോധനയിൽ തീവ്രവാദികളുമായി സാമ്യമുള്ള ചിത്രങ്ങൾ തന്നെയാണ് താൻ പകർത്തിയതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുന്നു. അതായത് 18-ാം തീയതി ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം മൊബൈൽ ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം 22-ാം തീയതിയാണ് വെടിവെപ്പ് നടക്കുന്നത്. അതിൻ്റെ സാധ്യത ഇങ്ങനെയാണ്. അതായത് ഈ വെടിവെപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തീവ്രവാദി സംഘങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അത് ഈ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവായി സൂചനകളും നൽകുന്നുണ്ട്. എന്തായാലും ഈ വിവരങ്ങൾ NIA-യുമായി ശ്രീജിത്ത് പങ്കുവച്ചു കഴിഞ്ഞു. ഒപ്പം ഈ ദൃശ്യങ്ങളും കൂടുതൽ തെളിവുകളും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഈ തെളിവുകളും ഒത്തുചേർന്നുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നുള്ള തീവ്രവാദികളുടെ ഇത്ര ക്ലോസ് ആയ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നത്. ഈ സംഭവത്തിൻ്റെ അന്വേഷണത്തിൽ അതിനിർണായകമാവുന്ന തെളിവുകളായി ഒരുപക്ഷെ ശ്രീജിത്ത് പകർത്തിയ ദൃശ്യങ്ങൾ മാറിയേക്കാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ കശ്മീർ സന്ദർശനത്തിൽ അദ്ദേഹം പകർത്തിയ കൂടുതൽ ദൃശ്യങ്ങളിലും ഈ തീവ്രവാദികളുടെ മുഖങ്ങൾ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനായി ഈ ദൃശ്യങ്ങളും അദ്ദേഹം അന്വേഷണ ഏജൻസികൾക്ക് ഉടൻ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. TG സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. കോഴിക്കോട് പാകിസ്ഥാൻ പൗരത്വമുള്ളവരോട് രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് പിൻവലിച്ചു പോലീസ്. കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ 3 പേർക്കാണ് നോട്ടീസ് നൽകിയിരുന്നത്. ദീർഘകാല വിസയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന അവർക്ക് നൽകിയ നോട്ടീസിനെ കുറിച്ചുള്ള വാർത്തകളും അവരുടെ ആശങ്കകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്? ഷീജ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ റദ്ദാക്കുന്ന നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടിയിൽ താമസിക്കുന്ന ഹംസ, വടകര വൈക്കിലേശ്ശേരിയിൽ താമസിക്കുന്ന ഖമറുന്നിസ, ഒപ്പം സഹോദരി അസ്മ എന്നിവർക്ക്, ഇങ്ങനെ 3 പേർക്ക് കോഴിക്കോട് റൂറൽ പോലീസിന്റെ പരിധിയിൽ ഈ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങണം എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള നോട്ടീസ് ലഭിച്ചത്. എന്നാൽ വർഷങ്ങളായി തന്നെ കേരളത്തിൽ താമസിക്കുന്ന ആളുകളാണ്, കേരളത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. ജോലി ആവശ്യത്തിനും മറ്റുമായി പാകിസ്ഥാനിലേക്ക് പോവുകയും പ്രത്യേക സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ പാസ്പോർട്ട് എടുക്കേണ്ടി വരികയും ചെയ്തവരാണ്. എന്നാൽ അവർ ജോലി അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയും ഇവിടെ മക്കളോടും ഭാര്യയോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനുശേഷം അവർ ഈ വിസ നടപടിക്രമങ്ങളുടെ ഭാഗമായി ലോങ് വിസയ്ക്ക് അപേക്ഷ നൽകുകയും രാജ്യത്ത് തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലടക്കം ഹർജി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ സാങ്കേതിക നടപടിക്രമങ്ങളിൽ കുരുങ്ങിയാണ് ഇവരുടെ വിസ നടപടികൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇവർക്ക് പൗരത്വം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാകിസ്ഥാനിലേക്ക് പോയാൽ അവിടെ യാതൊരു തരത്തിലുമുള്ള ഈ ഒരു ജോലിക്കാരായി അവിടെ ജോലി ചെയ്തു എന്നതിനപ്പുറം മറ്റൊരു ബന്ധങ്ങളും പാകിസ്ഥാനിലുമില്ല. ഇന്ത്യയിൽ ആണ് അവർ ജനിച്ചു വളർന്നത്. കൊയിലാണ്ടി സ്വദേശിയായ ഹംസ കൊയിലാണ്ടിയിൽ തന്നെ ജനിച്ച് വളർന്ന് പഠിച്ച ആളാണ്. അതിനുശേഷം ജോലി ആവശ്യത്തിനായി പോയി മടങ്ങി ഇന്ത്യയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് പാകിസ്ഥാനിലെ പൗരന്മാരായി പാക് സർക്കാർ അംഗീകരിക്കുന്നില്ല, ഇന്ത്യയിലെ പൗരനായി ഇന്ത്യയിലും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇവർക്ക് ഇന്നലെയാണ് പോലീസ് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് പിന്നീട് വിശദമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് പോലീസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ ലോങ് വിസയ്ക്കുള്ള അപേക്ഷകൾ ചെയ്തിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം പരിഗണിച്ചാണ് നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഹൈക്കോടതിയിലും മറ്റും ഇവർ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിലെ കേസ് നടപടികൾ വളരെ ദീർഘകാലമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചാണ് നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും 79 വയസ്സുള്ള ആളാണ് ഹംസ, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളാണ് മറ്റു 2 പേരും. എന്തായാലും മാനുഷിക പരിഗണനയോട് കണക്കിലെടുത്താണ് ഇപ്പോൾ വിസ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ നോട്ടീസ് പിൻവലിച്ചിരിക്കുന്നത്. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് പാക് പൗരത്വമുള്ള പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള ആൾക്ക് നൽകിയ നോട്ടീസ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്.